മാർത്താണ്ഡവർമ്മ യുദ്ധങ്ങളും കൊല്ലവുമായുണ്ടായ യുദ്ധം. മാർത്താണ്ഡവർമ്മ കൊല്ലം അഥവാ ദേശങ്കനാട് ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരി ഉണ്ണികേരളവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ അമ്മാവൻ. തിരുവിതാംകൂർ സൈന്യം അന്നത്തെ ദളവയായിരുന്ന അറുമുഖം പിള്ളയുടെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് നീങ്ങുകയും അവിടെ വെച്ചുണ്ടായ യുദ്ധത്തിൽ ഉണ്ണികേരളവർമ്മയെ തോൽപ്പിക്കുകയും ചെയ്തു. കൊല്ലവുമായുണ്ടായ യുദ്ധത്തിന്റെ കാരണം ഉണ്ണികേരളവർമ്മ കായംകുളവുമായി ഒരു സഖ്യമുണ്ടാക്കിയിരുന്നു. തൃപ്പാപ്പൂർ സ്വരൂപത്തിന് അവകാശപ്പെട്ടിരുന്ന കല്ലടയുടെ ഒരു ഭാഗം ഉണ്ണികേരളവർമ്മ കൈയടക്കി. ഇത് രണ്ടും തനിക്കു നേരെയുള്ള വെല്ലുവിളിയാണ് മാർത്താണ്ഡവർമ്മ കണക്കാക്കിയത്. അടുത്ത് കൊട്ടാരക്കരയുമായുള്ള യുദ്ധം. 1734 മാർത്താണ്ഡവർമ്മ കൊട്ടാരക്കര കീഴടക്കുകയും രാജാവായിരുന്ന വീരകേരളവർമ്മയെ തടവുകാരനായി തിരുവനന്തപുരത്ത് ജയിലിലടക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ഏകാന്ത തടവിലായിരുന്ന വീരകേരളവർമ്മ 1736 ജയിലിൽ വെച്ച് മരിച്ചപ്പോൾ അധികാരമേൽക്കാൻ കൊട്ടാരക്കര റാണിയെ മാർത്താണ്ഡവർമ്മ അനുവദിച്ചില്ല. റാണിക്ക് വേണ്ടി ഡച്ചുകാർ രംഗത്ത് വരികയും 1741 റാണിയെ കൊട്ടാരക്കരയുടെ ഭരണാധികാരിയായി അവരോധിക്കുകയും ചെയ്തു. തുടർന്ന് തിരുവിതാംകൂർ സൈന്യം കൊട്ടാരക്കരയോട് യുദ്ധം ചെയ്യുകയും കൊട്ടാരക്കര പിടിച്ചെടുക്കുകയും ചെയ്തു. ഇനി കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലാണ്. കുളച്ചൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈനികനാണ് ഡിലനോയ്. ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരിയാണ് വീരരവിവർമ്മ. വേണാട് രാജാവാണ്. ഇനി പുറക്കാട് യുദ്ധം. കുളച്ചൽ യുദ്ധത്തിന്റെ പരാജയത്തോടെ ഡച്ചുകാർ കൊല്ലം രാജാവിന്റെ സഹായത്തോടെ പിടിച്ചെടുത്ത പ്രദേശമാണ് വാമനപുരം. ഇതേ തുടർന്ന് തിരുവിതാംകൂർ സൈന്യം രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ ഡച്ചുകാരുടെ കൊല്ലം കോട്ട വളഞ്ഞു. എന്നാൽ ഈ കോട്ടയുടെ പ്രതിരോധത്തിനായി ഡച്ചു സൈന്യത്തെ കായംകുളം സൈന്യം സഹായിച്ചു. കായംകുളം സൈന്യത്തിന് നേതൃത്വം നൽകിയ കായംകുളം രാജാവിന്റെ മന്ത്രിയാണ് അച്യുതവാര്യർ. ഇതേ തുടർന്ന് തിരുവിതാംകൂർ സൈന്യം പിൻവാങ്ങി. ഡച്ചുകാരുടെയും കായംകുളത്തിന്റെയും സംയുക്ത സൈന്യങ്ങൾ കിളിമാനൂർ പിടിച്ചെടുത്തത് 1742. ഇക്കാരണത്താൽ മാർത്താണ്ഡവർമ്മ തിരുനെൽവേലിയിൽ നിന്ന് കുതിരപ്പട്ടാളത്തെ വരുത്തുകയും കിളിമാനൂരിലേക്ക് സൈന്യത്തെ നയിക്കുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം 1742. തുടർന്ന് മാർത്താണ്ഡവർമ്മയുടെ സൈന്യം കായംകുളത്തേക്ക് നീങ്ങി. കായംകുളം രാജാവ് ആദ്യം ചെറുത്തുനിന്നെങ്കിലും അവസാനം സമാധാനത്തിന് അപേക്ഷിച്ചു. ഇതേ തുടർന്ന് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം 1742. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ ഉള്ള ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി. അത് ഒപ്പുവെച്ചത് 1742. എന്നാൽ കായംകുളം രാജാവ് ഈ സന്ധി വ്യവസ്ഥകൾ ലംഘിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് തിരുവിതാംകൂർ സൈന്യം വീണ്ടും കായംകുളത്തേക്ക് നീങ്ങുകയും 1746 കായംകുളം കീഴടക്കുകയും ചെയ്തു. കായംകുളം കീഴടക്കിയ ഈ യുദ്ധമാണ് പുറക്കാട് യുദ്ധം എന്നറിയപ്പെടുന്നത്. ചെമ്പകശ്ശേരി രാജ്യം എന്നറിയപ്പെട്ടിരുന്നത് പുറക്കാടാണ്. ഇന്നത്തെ അമ്പലപ്പുഴ, കുട്ടനാട് താലൂക്കുകൾ ഇതിൽ ഉൾപ്പെടും. ഇനി തിരുവിതാംകൂർ കൊച്ചി യുദ്ധം. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ഏറ്റുമുട്ടിയ വർഷം 1754 ആനന്ദേശ്വരത്ത് വെച്ച്. ഈ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യത്തിന് നേതൃത്വം നൽകിയത് രാമവർമ്മയും രാമയ്യൻ, ഡിലനോയി എന്നിവരാണ്. ആർക്കും വിജയം കൈവരാത്ത ഈ യുദ്ധത്തിന് ശേഷം കൊച്ചി സൈന്യം അമ്പലപ്പുഴയ്ക്ക് പിൻവാങ്ങുകയും പിന്നീട് നടന്ന നിർണായക യുദ്ധത്തിൽ തിരുവിതാംകൂർ കൊച്ചി സൈന്യത്തെ തോൽപ്പിക്കുകയും ചെയ്തു. ഇനി എന്താണ് മാവേലിക്കര ഉടമ്പടി? മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1753 ഓഗസ്റ്റ് 15. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. മാവേലിക്കര ഉടമ്പടിയെ തുടർന്ന് ഡച്ചുകാർ കുരുമുളകിന് പകരമായി യുദ്ധ സാമഗ്രികൾ തിരുവിതാംകൂറിന് നൽകണമെന്നും തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടരുതെന്നും ധാരണയായി. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി കൂടിയാണ് മാവേലിക്കര ഉടമ്പടി. ഇനി തിരുവിതാംകൂർ കൊച്ചി സഖ്യം. തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന സാമൂതിരിക്കെതിരെയാണ് തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് ഒരു സഖ്യം ഉണ്ടാക്കിയത്. തിരുവിതാംകൂർ കൊച്ചി സന്ധി ഉണ്ടാക്കിയ വർഷം 1757. ഈ സന്ധിക്ക് മുൻകൈയെടുത്ത വ്യക്തിയാണ് പാലിയത്ത് കോമിയച്ചൻ. ഇനി എന്താണ് തൃപ്പടിദാനം?
തൃപ്പടിദാനം 1750. മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം. തൃപ്പടിദാനം നടന്നത് 1750 ജനുവരി 3 അല്ലെങ്കിൽ മകരം 5, 925. തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു. രണ്ടാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ അല്ലെങ്കിൽ ധർമ്മരാജ. രണ്ടാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ. രണ്ടാം തൃപ്പടിദാനം നടന്ന വർഷം 1766. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരി.